Hello everyone, welcome back. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ഇത്തവണ 2025 നടക്കാൻ പോകുന്ന നീറ്റ് UG എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെടുത്തി ചില നോട്ടിഫിക്കേഷൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആക്ച്വൽ രജിസ്ട്രേഷനുള്ള കോളല്ല, ബട്ട് അതിന് മുന്നേ ഉടനെ തന്നെ രജിസ്ട്രേഷനുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അതിന് മുന്നേ നിങ്ങൾ തയ്യാറെടുക്കേണ്ട ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ആധാർ കാർഡ് അപ്ഡേറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ചില കാര്യങ്ങൾ NTA പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണ നീറ്റ് എൻട്രൻസ് എക്സാം സാധാരണ ഓഫ്ലൈൻ മോഡിൽ നിന്ന് മാറി ഹൈബ്രിഡോ അല്ലെങ്കിൽ ഓൺലൈനോ ആയി ഒരുപാട് സെഷൻസ് ഒക്കെ ആയി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊക്കെ അറിഞ്ഞിരുന്നു. അങ്ങനെയുള്ള റൂമേഴ്സും അതേപോലെ തന്നെ ആക്ച്വൽ നിർദ്ദേശങ്ങൾ NTA മുന്നിൽ വെച്ചതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലും NTA ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്, അതിലുള്ള നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും മാറ്റുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. NTA ആദ്യം പുറത്തുവിട്ടത് അപ്ഡേറ്റിംഗ് ആധാർ. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു യുണീക്ക് ID, ഏതൊരു നീറ്റ് ആസ്പിരന്റിനും നീറ്റ് UG എൻട്രൻസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു യുണീക്ക് ID പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ആ യുണീക്ക് ID സാധാരണ സ്റ്റുഡൻസ് യൂസ് ചെയ്യാറുള്ളത് ആധാർ ആണ്. കാരണം മറ്റ് യുണീക്ക് IDകളായ പാസ്പോർട്ട്, പാൻ നമ്പർ പോലുള്ളത് സാധാരണ സ്റ്റുഡൻസിന് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ബട്ട് എല്ലാ സ്റ്റുഡൻസും സ്കൂളിൽ പോകുന്ന കാലത്ത് തന്നെ ആധാർ എടുത്തിട്ടുണ്ടാവും. സോ ആധാർ ID ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അതുകൂടാതെ ഡിജി ലോക്കർ ഐഡിയും അതേപോലെ തന്നെ ആപാർ, ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്ന് പറയുന്ന ആപാർ ID 12 ഡിജിറ്റ് നമ്പറാണ്. അതും ഇത്തവണ യുണീക്ക് ID ആയിട്ട് യൂസ് ചെയ്യും. അതിൽ ആധാർ വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ സാധാരണ നിങ്ങൾ ആധാർ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് ആണെങ്കിൽ അത് തന്നെ മതിയാകും, ആപാർ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ ആ കൺഫ്യൂഷൻ ഇവിടെ ഫിനിഷ് ചെയ്യുക. സോ ആദ്യം പറഞ്ഞിട്ടുള്ളത് അപ്ഡേറ്റിംഗ് ആധാർ ഡീറ്റെയിൽസ് ഓഫ് ആസ്പിരൻസ് ഫോർ നീറ്റ് UG 2025 എക്സാമിനേഷൻ. നിങ്ങൾ ആധാർ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ അത് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് ആദ്യം NTA അർജ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം JEE മെയിൻ എക്സാമിൻ്റെ സമയത്ത് തന്നെ പല സ്റ്റുഡൻസിൻ്റെയും ആക്ച്വൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളും ആധാറിലെ ഡീറ്റെയിൽസും തമ്മിൽ മിസ്മാച്ച് ഉണ്ടായിരുന്നു. സോ അങ്ങനെ മിസ്മാച്ച് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ വിൻഡോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് JEE മെയിൻ ജനുവരി സെഷനുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഇഷ്യൂ നീറ്റിൻ്റെ കേസിൽ, നീറ്റിൽ ഒരുപാട് കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടി ആദ്യമേ നമ്മളെടുത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡാറ്റ, അതായത് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ്, ഫോട്ടോ എന്താണോ അത്, ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പ്രിഫറബിളി ഈ പറയുന്ന പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സെക്കൻഡറി, അതായത് SSLC സർട്ടിഫിക്കറ്റ്, 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റുമായിട്ട് മാച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ അങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യുണീക്ക് ID ആയിട്ട് ആധാർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെയോ നിങ്ങളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരൻസിൻ്റെ കയ്യിലോ ഉള്ള ആക്റ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ആ കാണുന്ന കോൺടാക്ട് നമ്പറും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ NTA വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സ്റ്റുഡൻസ്, കാൻഡിഡേറ്റ്സ് എന്തൊക്കെ ചെയ്യണം: അപ്ഡേറ്റ് ആധാർ ക്രെഡൻഷ്യൽസ്. ആസ്പിരൻസ് ആർ അഡ്വൈസ്ഡ് ടു എൻഷുർ ദാറ്റ് their ആധാർ ഡീറ്റെയിൽസ്, എസ്പെഷ്യലി their name, date of birth as per 10th passing certificate, ഇൻക്ലൂഡിങ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡാറ്റ. ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡാറ്റ എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ളത് അത് ആധാർ എൻറോൾമെന്റ് സെന്ററുകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർ അപ് ടു ഡേറ്റ് ഫോർ ആൻ ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ആൻഡ് വെരിഫിക്കേഷൻ പ്രോസസ്. എക്സാം ഹാളിൽ നിങ്ങൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ സമയത്താണെങ്കിലും രജിസ്ട്രേഷൻ സമയത്ത്, രജിസ്ട്രേഷൻ നമ്മൾ യുണീക്ക് ID കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആണെങ്കിൽ, അതായത് ആധാർ ID നിങ്ങൾ കൊടുത്ത് മൊബൈലിൽ വരുന്ന OTPയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആധാർ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആധാറിലുള്ള അതേ നെയിം ഓട്ടോമേറ്റഡ് ആയിട്ട് ഫിൽ ആകുന്ന തരത്തിൽ, ഡേറ്റ് ഓഫ് ബർത്തും പേരും നിങ്ങളുടെ രജിസ്ട്രേഷനിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഓട്ടോ ഫിൽ ആകുന്ന തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഹ്യൂമൻ എറർ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്കുകൾ പരമാവധി ഒഴിവാക്കാനാണ് ഈ ഒരു പ്രോസസ്സ്. സോ അതിനുവേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യണം. ദിസ് ക്യാൻ ബി ഡൺ അറ്റ് ദ നിയറസ്റ്റ് ആധാർ എൻറോൾമെന്റ് സെന്റർ. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളത്, മൊബൈൽ നമ്പറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള Yes. Also ensure your Aadhaar is linked with a valid mobile number for OTP based authentication. രജിസ്ട്രേഷന്റെ സമയത്ത് OTP വരുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Now, what is APAR? പല സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ഉള്ളത് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. ഇതാണ് APAR എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആധാർ, പാസ്പോർട്ട്, പാന്,
അതുപോലെ തന്നെ ഡിജി ലോക്കർ ID, അതുപോലെ തന്നെയുള്ള മറ്റൊരു ID ആണ് ആപാർ. അതായത് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി വരുന്ന നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളും സ്കോർ കാർഡുകളും എല്ലാം ഒരു ഓൺലൈൻ ആയിട്ടുള്ള രജിസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് ഡിജി ലോക്കർ ആവട്ടെ, അതേപോലെ തന്നെ ആപാർ ആവട്ടെ. ഇതൊക്കെ ചെയ്യുന്നത് ഏറെക്കുറെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ 18 ഇയേഴ്സ് ഓൾറെഡി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആപാർ ID ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് അഥവാ 18 ഇയേഴ്സിന് താഴെയാണ് എങ്കിൽ സ്കൂളിൽ നിന്നാണ് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യം, ആപാർ ഈസ് നോട്ട് നെസസറി. നിങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾക്ക് ആധാർ ഉണ്ട് എങ്കിൽ ആപാർ എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ മൊത്തത്തിൽ ഡിജിറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പുഷ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ആപാറും അതേപോലെ തന്നെ ഡിജി ലോക്കർ IDയും അതേപോലെ തന്നെ ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന്റെ ID, ഈ വക കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഡിജി ലോക്കറും ABC ആക്ച്വലി സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ ആപാർ IDയും ഡിജി ലോക്കറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഡിജിറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പുഷ് ചെയ്യുന്നതാണ്. സോ അത് ആപാർ IDയും ഇത്തവണ യുണീക്ക് ID ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആപാർ ID വേണം, ആപാർ ID വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. നൗ സെക്കൻഡ് പോയിന്റ്, എക്സാമിനേഷന്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ. ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞാൽ NTA വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇയറിൽ പെൻ ആൻഡ് പേപ്പർ മോഡ് OMR ബേസ്ഡ് ഇൻ എ സിംഗിൾ ഡേ സിംഗിൾ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീറ്റ് UG എൻട്രൻസ് എക്സാം എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെയാണ് ഇത്തവണത്തെയും നീറ്റ് UG എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ഭാവിയിൽ ഇനി ഓൺലൈനിലേക്ക് മാറുമായിരിക്കും. പിന്നെ അത് ഏതൊക്കെ കോഴ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് അറിയുന്ന പോലെ MBBS, BDS, BAMS ആയുർവേദ, BUMS, BSMS എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ, അതുപോലെ തന്നെ BHM ഹോമിയോ കോഴ്സുകൾക്ക്, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അല്ലെങ്കിൽ BSc നഴ്സിംഗിന്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ BSc നഴ്സിംഗിന് നീറ്റ് UG ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ വക കാര്യങ്ങളൊക്കെ സാധാരണത്തെ ആക്ച്വൽ നോട്ടിഫിക്കേഷനിൽ ഇനിയും അപ്ഡേറ്റഡ് ആയിട്ട് വരാനുള്ളതാണ്. ഏതായാലും മോഡ് ഓഫ് എക്സാമിനേഷൻ ഓഫ്ലൈൻ ആണെന്നുള്ള കാര്യവും NTA ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആപാർ ആധാറിൽ ഇനി കൺഫ്യൂഷൻസ് വേണ്ട. ആധാർ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തത് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും. ആപാർ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു റിക്വയർമെന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ കൺഫ്യൂഷൻസ് മാറി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ നീറ്റ് എഴുതാൻ പോകുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.